وسخها مرة ثانية كرة من كارفاخال خطيرة يا رونالدو. ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നുമായി നബി തങ്ങളുടെ കാലശേഷം എടുത്ത് പറയുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഇന്നസ്സാഅത ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാത്ത് വലാ യുഫ്റഹ ബിഗനീമതിഹി. ഒരു കാലം വരും സഹാബത്തെ, അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും. അന്ന് യുദ്ധമുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂവനമായി കിടക്കുമ്പോൾ, കൂട്ടം കൂടി കിടക്കുമ്പോ മല പോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ശേഷം അദ്ദേഹം ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഷാം എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക്, ഗസയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, യുജ്മഉ ലഅദുൻ യജ്മഉ ലഹുമുൽ ഇസ്ലാം. അവിടുന്ന് ഒരു വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെഴുന്നേൽക്കാൻ കേട്ടോ. ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടുന്ന് ഉണ്ടാവുന്നു. ഷാം ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ. ഉടനെ അടുത്തിരുന്ന സഹാബാക്കൾ ചോദിക്കുകയായി, എവിടെ നിന്നാണ് ആ ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത്? തഅനി, നിങ്ങൾ ഉദ്ദേശിച്ചത് റോമക്കാരെ കുറിച്ചാണോ? അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാരെ കുറിച്ചാണോ? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അതെ, നഅം. ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു. ഇന്നല്ല ഇത് പറഞ്ഞത്, ഇന്നല്ല ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വതകൂനുൽ ഖിതാലു റദ്മതൻ ഷദീദാ. കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായിരിക്കും അന്ന് നടക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റ് ആയിരിക്കും അന്ന് നടക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കാലഘട്ടമാണോ ഇന്ന് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അടയാളങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ഒരുപക്ഷെ അതിന്റെയൊക്കെ സൂചനകളായിരിക്കും നമ്മൾ കാണുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഇംറാനു ബൈത്തുൽ മഖ്ദിസി മിൻ ഐദിൽ യഹൂദ്. ജൂതന്മാരാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പരിപാലക സമിതിയും അതിന്റെ ഭരണകർത്താക്കളും അത് നിയന്ത്രിക്കുന്നതും ആരെ നമസ്കരിപ്പിക്കണം, നമസ്കരിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിൽ ജൂതന്മാരായിരിക്കും. സഹാബ ജൂതന്മാരായിരിക്കും. ജൂതന്മാരുടെ ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ മുന്നിൽ അത് പറഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അങ്ങനെ ജൂതന്മാരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കൾ അധികാരം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പിളരുമത്രേ, പൊട്ടിപ്പുറപ്പെടുമത്രേ. അങ്ങനെ യസിരിബ് ഖറാബു യസിരിബ, മദീനയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഇവിടെ തുടങ്ങി ഇത് വിജയിച്ച് ഇത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പം അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാവും. അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാകും.
ഭയങ്കരമായ വിപ്ലവ പോരാട്ടങ്ങളായിരിക്കും പിന്നീട് നടക്കുക. മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. മൽഹമ, ഇറച്ചി കഷണിച്ച് കൊടുക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കഷണങ്ങളാക്കപ്പെടുന്ന യുദ്ധം, ഭയങ്കരമായ യുദ്ധം, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ഈ സമയത്താണ് ദജ്ജാല് പുറപ്പെട്ടു വരുന്നത്. ദജ്ജാലിന്റെ വരവ് ആ സമയത്താണ് സംഭവിക്കുന്നത്. ഈ ദജ്ജാലിനെ കണ്ടിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ അവന് കയറാൻ പറ്റൂല, മദീനയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല, മക്കയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല. ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് കാലം വരെ മുസ്ലിമിന്റെ പേരും അണിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന അഹങ്കാരികളായ ഭരണകർത്താക്കളടക്കമുള്ള മുനാഫിഖീങ്ങള് ഈ ദജ്ജാലിനെ ഭയപ്പെട്ടിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അവര് താവളം മാറ്റി ഒളിച്ചോടി മദീനയുടെ മണ്ണിൽ പോയി അവര് താമസിക്കുമത്രേ. എന്ന് അള്ളാന്റെ ദീനിനെ കളിയാക്കുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയ ആദർശങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ, ഈ കുഞ്ഞുമക്കളെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ, കേവലം നോക്കുകുത്തികളായി ആ അൽഫാമും അടിച്ച് ആടുമന്തിയും തിന്നിട്ട് അവിടെ നൈറ്റ് ക്ലബിലും പങ്കെടുത്ത് വെള്ളം ഓടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് കളിച്ച് അവര് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഈ മുനാഫിഖീങ്ങളായ ആൺ പെണ്ണുങ്ങൾ അടക്കം ദജ്ജാലിന്റെ വരവോടുകൂടി മദീനയിലേക്ക് ഓടി ഒളിക്കുമത്രേ. കാരണം ദജ്ജാലിനെ പേടിച്ചിട്ട്. ദജ്ജാല് മദീനയിൽ കയറൂല. ദജ്ജാല് മദീനയിൽ കയറാതെ വരുമ്പോ മദീനയിലേക്ക് അവർ ഓടി ഒളിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനേക്കാൾ ബുദ്ധിയുള്ളവനല്ലേ, അഹ്കമുൽ ഹാക്കിമായ പടച്ച തമ്പുരാൻ. ഫഇന്നഹാ തർജുഫു ബിഅഹ്ലിഹാ സലാസ റജഫാത്ത്. ഈ മുനാഫിക്കീങ്ങളായ നാമധാരികളായ മുസ്ലിമീങ്ങൾ മദീനയിൽ ഏതെല്ലാം മാളങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിഭാഗത്തെ കൊണ്ട് മദീനയെ ഒന്ന് കുലുക്കുമത്രേ. കുലുക്കും. നീ അങ്ങനെ കയറി സൂയിക്കണ്ട. ഇത്ര നാള് അള്ളാഹ് ഇല്ല, ഇബാദത്തില്ല, റസൂലില്ല, ദീനില്ല, ഈമാനില്ല. ഇപ്പൊ ദജ്ജാല് വന്നപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നീ മദീനയിൽ വന്ന് ഒളിച്ചിരിക്കാൻ നീ ശ്രമിക്കുന്നോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഇന്നഹാ ബിഅഹ്ലിഹാ തർജുഫു സലാസ റജഫാത്ത്. 3 കുലുക്കം അല്ലാഹു കുലുക്കും. 3 കുലുക്കം. ഏതെല്ലാം മൂലയിൽ ഈ മുനാഫിക്കീങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഈ മുനാഫിക്കീങ്ങളായ ആണും പെണ്ണും ഒളിച്ചിരിപ്പുണ്ടോ, അവിടെയെല്ലാം അല്ലാഹു കുലുക്കുമത്രേ. അവിടെയെല്ലാം അല്ലാഹു കുലുക്കും. ഫയഖ്റുജു ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. ഓരോ മുനാഫിഖീങ്ങളിൽപ്പെട്ട ആണും പെണ്ണുങ്ങളും ആ ദജ്ജാലിന്റെ അരികിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. അവൻ അങ്ങനെ സൂചിച്ചാൽ കിടക്കാൻ പറ്റൂല, മദീനയിൽ കിടത്തൂല. അല്ലാഹു തആല ഇവനെയൊക്കെ കുലുക്കി ചാടിക്കും പുറത്തേക്ക്. പുകഞ്ഞ കൊള്ളി പുറത്ത് പോ. ഇത്ര നാള് പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനെ നിനക്ക് പാലിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു? ദജ്ജാലിനെ കണ്ടപ്പോ നീ ഓടി ഇതിലേക്ക് കയറി വരുന്നു. ഇല്ലേ, വേണ്ട. മദീനെ അല്ലാഹു കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കിയിട്ട് അതിലേക്ക് മാറ്റിവിടും, അവനിലേക്ക് പറഞ്ഞു വിടും. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് പിന്നെ മദീനയിൽ പിന്നെ ഒരാൾക്ക് പോലും പ്രവേശിക്കാനോ, മദീനയിൽ ഒരാൾ സിയാറത്തിന് വരാനോ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു വലിയ ഒരു സംഭവമായിരിക്കും ആ കാലഘട്ടത്തിൽ. അപ്പോഴാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റഹ്മഹുള്ളയുടെ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്, ഇമാം മഹ്ദിയുടെ വരവ്. അപ്പോഴാണ് ഇമാം മഹ്ദി. ആളുകളെല്ലാവരും എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമാം മഹ്ദി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മഹ്ദിയു മിന്നി. മഹ്ദി എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽ പെട്ടവരാണ്, എന്റെ കുടുംബത്തിൽ പെട്ടതാണ്. ഔ മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിൽ പെട്ട വ്യക്തിയാണ് മഹ്ദി എന്ന് പറയുന്ന ആൾ. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്.
എന്റെ അഹ്ലു ബൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിവരിക്കുകയാണ്, വർണ്ണിക്കുകയാണ്. അജിലൽ ജബ്ഹതി, വിശാലമായ നെറ്റിത്തടമുള്ള വ്യക്തിയാണ്. അഖ്നൽ അൻഫി, നീളമുള്ള മൂക്കാണ്. പറഞ്ഞ വലിയ നീളത്തിലുള്ള മൂക്കെന്നല്ല, ഒരു മുഖ സൗന്ദര്യം, ഒരു ആകാര സൗഷ്ഠവം, അതിനൊക്കെ ഒരു നിയമമുണ്ടല്ലോ, ആ ഒരു സന്തോഷം. യംലഉൽ അർള ഖിസ്തൻ വഅദിലാ, ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമു വരുന്ന സമയത്ത് ഭൂമിയിൽ ഭയങ്കര ളുൽമും അഹങ്കാരവും അഹന്തയും അധർമ്മവും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യമായിരിക്കും. ഭൂമിയിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഇമാം മഹ്ദി ഈ ഭൂമിയിൽ വന്നിട്ട് യംലഉൽ അർള ഖിസ്തൻ വഅദിലാ കമാ മുലിഅത്തിൽ അർളു ളുൽമൻ വജൗറാ, ഭൂമിയിൽ എങ്ങനെയാണോ അധർമ്മം കൊടികുത്തി വാണിരുന്നത് അതെല്ലാം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം സമസ്ത മേഖലകളിലും നീതിയും ധർമ്മവും അദ്ദേഹം സ്ഥാപിക്കുമത്രേ. വയംലികു ഫിൽ അർളി സബ്അ സിനീൻ, ഈ ഭൂമിയിൽ അദ്ദേഹം 7 വർഷമാണ് ജീവിക്കുക. ഖംസൻ ഔ സബ്അൻ ഔ തിസ്അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 വർഷമെന്നും 7 വർഷമെന്നും 9 വർഷമെന്നുമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസമെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും, അതായത് മഹ്ദി ഇനി വരാൻ എല്ലാവരും പറയും 40 വർഷം അല്ലെങ്കിൽ 50 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം, ഇനി എപ്പോഴാ വരിക, എല്ലാം അസ്തമിച്ചല്ലോ, എല്ലാം തീർന്നു പോയല്ലോ എന്ന് കരുതണ്ട, എന്ന് ആരും കരുതണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ ലം യബ്ഖ, ഈ ദുനിയാവിൽ ഇല്ലാ യൗമുൻ വാഹിദുൻ, ഒരു ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ ലതവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘിപ്പിക്കുമത്രേ. ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘിപ്പിക്കും. ഒറ്റ ദിവസമായിരിക്കും ബാക്കിയുള്ളത്, ഒരു ദിവസമേ ഉള്ളൂ ഇനി ലോകാവസാനത്തിന്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ലതവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമാക്കുമത്രേ. ശേഷം യബ്അസുല്ലാഹു റജുലം മിന്നി, എന്നിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ, എന്നിൽ നിന്ന് ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. എന്നിൽ നിന്ന് ഒരാളിനെ, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, മിൻ ഇത്റതി ഔ മിൻ അഹ്ലി ബൈതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ കണക്ഷൻ പോയി, കണക്ഷൻ ഇവിടെ നിന്നും കേൾക്കുന്നത് വേറെ എവിടേക്ക് മോദിനെന്തി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അഹ്ലു ബൈത്തിൽ നിന്ന് ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമത്രേ. വയുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മ അബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ ഉപ്പാടെയും പേരിനോട് സാദൃശ്യമുള്ള പേരാണ്. മഹ്ദി ഇമാം. എല്ലാവരും മഹ്ദി മഹ്ദി എന്ന് പറഞ്ഞ, മഹ്ദി എന്ന് പറഞ്ഞ ഒരു പേരല്ല, മഹ്ദി മഹ്ദി എന്ന് പറഞ്ഞ ഒരു പേരല്ല. മഹ്ദി ഇമാമിനെ കുറിച്ച് പല പല അഭിപ്രായങ്ങളാണ്. ഷിയാക്കളുടെ ഒരു വാദമുണ്ട്, എല്ലാരും ഇപ്പൊ സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി എന്നൊക്കെ പറഞ്ഞ് ദിക്ർ ചൊല്ലിക്കൂടെ നടക്കണം. ആ മഹ്ദി ഈ മഹ്ദി അല്ല കേട്ടോ. നിങ്ങളിപ്പോ ഈ യൂട്യൂബിൽ കണ്ട് സലാം യാ മഹ്ദി നടിച്ചിട്ട് പൊട്ടിക്കറിയുന്ന കൊച്ചുകുട്ടികൾ, ഇതൊക്കെ ഷിയാക്കളാണ്. ഇത് ഇസ്ലാം അംഗീകരിക്കാത്ത വർഗാണ് ഷിയാക്കള്. അവര് പൊക്കി പിടിച്ചു നടക്കുന്ന മഹ്ദിയാണ്. അവരുടെ മഹ്ദി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ മഹ്ദി ഇപ്പൊ ഉണ്ട്, അത് 1000 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ആ മഹ്ദി ഉയർത്ത് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ആ മഹ്ദി ചെയ്യുന്ന പണി, മദീനയിൽ പോയി അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ പൊളിച്ചിട്ട് അവരെ രണ്ടുപേരെയും എടുത്തിട്ട് കുത്തിയിട്ട് കമ്പിൽ കുത്തി കൊണ്ടുപോയി മരത്തിൽ കെട്ടി തൂക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കാരണം അലി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് അവര് പിടിച്ചു പറിച്ചു വാങ്ങിയവരാണ്. അതുകൊണ്ട് ഈ ഷിയാവർഗം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഈ 3 പേരെയും അവർ അംഗീകരിക്കുകയില്ല. അവർ മനസ്സിലാക്കിയതും അംഗീകരിക്കുന്നതും അലി റളിയല്ലാഹു തആല അൻഹുവിനാണ്.
അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അപ്പൊ അലി അതുകൊണ്ടാണ് അവിടെ അല്ല യാ അലി യാ അലി യാ അലി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹദീസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അലി അലിഹിസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ എഴുതുന്നത്. അതുകൊണ്ട് ആ കുതന്ത്രത്തിൽ നമ്മൾ വീണ് പോകണ്ട. അവര് ശിയാക്കളാണ്. ഇവര് പറയും ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ ഇപ്പൊ അടിക്കും. എവിടെ അടിക്കൂല. അവർ ശിയാക്കളാണ്. ബൈത്തുൽ മുഖദ്ദസ് പരിസരത്തുള്ള സുന്നികളാണ്. ഈ സുന്നികളെ തകർക്കാൻ ഒരിക്കലും ഇറാൻകാരൻ കൂട്ടി നിൽക്കൂല സുഹൃത്തുക്കളെ. കാരണം അവൻ ഷിയായുടെ ആദർശമുള്ളവനാണ്. ഇസ്ലാം അവരെ അംഗീകരിക്കാത്തവരാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. അവര് 40ഓളം വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് വിളിക്കുന്ന മഹദി അല്ല ഈ മഹദി. യഥാർത്ഥത്തിൽ മഹദി എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഫഅലൈകും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം, വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദീൻ, എനിക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളായ വഴികാട്ടികളായ എന്റെ ഖലീഫമാരെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഈ മഹ്ദി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ പാപ്പാടെയും പേരിനോട് യോജിച്ചതാണ്. എന്താണ് മഹ്ദി ഇമാമിന്റെ പേരെന്നറിയുമോ? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇതാണ് ഇമാം മഹ്ദി. ചുമ്മാ ഇമാം മഹ്ദി എന്ന് വിളിച്ച് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. മഹ്ദി ഇമാമിന്റെ പേരെന്താ? മഹ്ദി ഇമാം. മഹ്ദി ഇമാമിനെ എല്ലാവരും നോക്കിയിരിക്കുക. ഇവിടെ ചീഫ് ഇമാം നിസ്കരിക്കുന്ന ആളിനെ നോക്കിയിരിക്കുക. ഒറ്റൊരു മനുഷ്യൻ വരാനില്ല. എല്ലാവരും മഹ്ദി ഇമാം പോരെന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ വരാൻ? ഈ പള്ളിയിലെ ഇമാമിനെ ആരും പരിഗണിക്കുന്നില്ല. വല്ല ഇമാമിനെ പരിഗണിക്കാൻ പോവാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട ഇതൊക്കെയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്ന് വരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറേ കാലങ്ങളായി നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിൻ്റെ രീതി അങ്ങനെയാണ്. അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം.
ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു കല്യാണം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ത്രം കൊടുക്കണം. അത് അങ്ങനെ തന്നെയല്ലേ പറയും? അത് അടുത്ത ആഴ്ച പിന്നെ കുടുംബത്തിൽ വേറൊരു കല്യാണം ഉണ്ടായാൽ വേറെ തുടങ്ങണം. കല്യാണങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം. കാരണം മര്യാദക്ക് ഭക്ഷണം ഇല്ല. വേഷപ്രധാനമല്ല, ഭക്ഷണ പ്രധാനമാണ്. അതായത് ഒരു കല്യാണത്തിന് പോകുന്നത് തിന്നാനാണ്, അല്ലാതെ എന്തല്ല കുപ്പായം കാണിച്ചു കൊടുക്കാനല്ല. ഇന്ന് കല്യാണത്തിന് പോകുന്നത് പറയും മനുഷ്യന്മാരെ തിന്നാനല്ല, പിന്നെ ഉടുപട കാണിച്ചു കൊടുക്കാനാണ്. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയാണ്. പ്രകടനങ്ങൾ അങ്ങനെയാണ്, ഒക്കെയാണ്. എല്ലാ പ്രകടനങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല കടകടക്ക് കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിന് മുന്നിൽ വെക്കുക. കല്യാണം പോലെയാണ് പ്രകടനം. പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ അങ്ങനെ കണ്ടാൽ നല്ല വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രകടനത്തിന് വരുന്നത്. പക്ഷെ അവരെ കടകടക്ക് കുപ്പായിട്ട് വരിക വേഷപ്രധാനാണ്. അല്ല, കടക്ക് കുപ്പായിട്ടിട്ട് ഇറങ്ങില്ല. ഒക്കെ അങ്ങനെയായി അട്ടിമറിഞ്ഞു. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഓർമ്മ പറയാണ് ഞാൻ. ആഴ്ച കഴിഞ്ഞാൽ നിക്കാഹ് ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞിട്ട് മോലിയർക്കും പുതിയാപ്പിൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പരക്ക ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ കല്യാണത്തിൻ്റെ ഓർമ്മ. അങ്ങനെയല്ലേ? ഇശ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദുമാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നിക്കാഹ് കഴിയും. നിക്കാഹ് കഴിഞ്ഞിട്ട് മൂല്യന്മാരും ആ പ്രധാനപ്പെട്ടവരും പിന്നെ പുതിയാപ്പിളിനൊപ്പം വന്നവർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അതിനു വേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും. അങ്ങനെയൊക്കെ അല്ലേ? എന്നാലും അൽഹംദുലില്ലാഹ് ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക്. അതിനു വേണ്ടി മനുഷ്യന്മാർ നേരത്തെ തന്നെ വരും അല്ലേ? അങ്ങനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നൊക്കെ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾക്കൊക്കെ ഒരു കല്യാണത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ ക്ഷാമകാലത്ത് നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ അല്ലാഹുവർക്കൊക്കെ പുറത്തു മനസ്സോർക്ക് അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഒരു ഹലാലായ ഒരു ഭക്ഷണം ആര് നമ്മളെ വയറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കും അവർക്കും പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ സൽക്കാരത്തിലെത്താൻ അല്ലാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകട്ടെ. നോക്ക്, നിങ്ങൾ ഇന്ന് അവസ്ഥ മാറി. ഇന്ന് വേഷപ്രധാനാണ്. ഞങ്ങളോട് പറയുന്നറിയാം, ഈ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. അതായത് എക്കണോമിക്കൽ സിസ്റ്റം ഇനി പെട്ടെന്ന് നേരെയാക്കാൻ കഴിയില്ല. ഈ നൂറ്റാണ്ട് ഭയങ്കര അപകടത്തിലേക്ക് പോവാണ്. അപകടം എന്ന് പറഞ്ഞാൽ 2030 ഉള്ളിൽ എക്കണോമിക്കൽ സിസ്റ്റം നേരെയാവില്ല. 30 ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. 30 ലെവലാവില്ല, കച്ചവടം നടക്കൂല. 2020 കച്ചവടം 2021 നടക്കൂല. 2021 കച്ചവടം 2022 നടക്കൂല എന്നല്ല, 2020 കച്ചവടക്കാർ 2021 കച്ചവടക്കാർ തന്നെ ആവൂല മുഴുവൻ ആളുകൾ. 2021 അത്ര കച്ചവടക്കാർ 2022 ഉണ്ടാവില്ല. കാരണം തോറ്റു. ബേജാറാക്കൊന്നും വേണ്ട, സഹായം വരും. പക്ഷെ അത് ആരിൽ നിന്നാണ് വരിക? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട, അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെ അറിയാം. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ ഉള്ള
അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്ന് വരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. സംഭവിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറേ കാലങ്ങളായി നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിൻ്റെ രീതി അങ്ങനെയാണ്. അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു കല്യാണം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ത്രം കൊടുക്കണം. അത് അങ്ങനെ തന്നെയല്ലേ പറയും? അത് അടുത്ത ആഴ്ച പിന്നെ കുടുംബത്തിൽ വേറൊരു കല്യാണം ഉണ്ടായാൽ വേറെ തുടങ്ങണം. കല്യാണങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം. കാരണം മര്യാദക്ക് ഭക്ഷണം ഇല്ല. വേഷപ്രധാനമല്ല, ഭക്ഷണപ്രധാനമാണ്. അതായത് ഒരു കല്യാണത്തിന് പോകുന്നത് തിന്നാനാണ്, അല്ലാതെ എന്തല്ല കുപ്പായം കാണിച്ചു കൊടുക്കാനല്ല. ഇന്ന് കല്യാണത്തിന് പോകുന്നത് പറയും മനുഷ്യന്മാരെ തിന്നാനല്ല, പിന്നെ ഉടുപട കാണിച്ചു കൊടുക്കാനാണ്. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയാണ്. പ്രകടനങ്ങൾ അങ്ങനെയാണ്, ഒക്കെയാണ്. എല്ലാ പ്രകടനങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല കടകടക്ക് കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിന് മുന്നിലേക്ക്. കല്യാണം പോലെയാണ് പ്രകടനം. പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ അങ്ങനെ കണ്ടാൽ നല്ല വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രകടനത്തിന് വരുന്നത്. പക്ഷെ അവരെ കടകടക്ക് കുപ്പായിട്ട് വരിക വേഷപ്രധാനമാണ്. അല്ല, കടക്ക് കുപ്പായിട്ടിട്ടാണ് വരിക. ഒക്കെ അങ്ങനെയായി അട്ടിമറിഞ്ഞു. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഓർമ്മ പറയാന്ന് ഞാൻ. ആഴ്ച കഴിഞ്ഞാൽ നിക്കാഹ് ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞിട്ട് മോലിയർക്കും പുതിയ അപ്പൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പരക്കെ ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ കല്യാണത്തിൻ്റെ ഓർമ്മ. അങ്ങനെയല്ലേ? ഇശ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നിക്കാഹ് കഴിയും. നിക്കാഹ് കഴിഞ്ഞിട്ട് മൂലയന്മാരും ആ പ്രധാനപ്പെട്ടവരും പിന്നെ പുതിയ അപ്പളിനൊപ്പം വന്നവർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അതിനു വേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും. പറയാം അങ്ങനെയൊക്കെ അല്ലേ? എന്നാലും അൽഹംദുലില്ലാ ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക്. അതിനു വേണ്ടി മനുഷ്യന്മാർ നേരത്തെ തന്നെ വരും അല്ലേ? അങ്ങനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നൊക്കെ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾക്കൊക്കെ ഒരു കല്യാണത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ ക്ഷാമകാലത്ത് നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ അല്ലാഹുവർക്കൊക്കെ പുറത്തു മനസ്സോർക്ക് അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഒരു ഹലാലായ ഒരു ഭക്ഷണം ആര് നമ്മളെ വയറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കും അവർക്കും പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ സൽക്കാരത്തിലെത്താൻ അല്ലാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകട്ടെ. നോക്ക്, നിങ്ങൾ ഇന്ന് അവസ്ഥ മാറി. ഇന്ന് വേഷപ്രധാനാണ്. ഞങ്ങളോട് പറയുന്ന ഈ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. അതായത് എക്കണോമിക്കൽ സിസ്റ്റം ഇനി പെട്ടെന്ന് നേരെയാക്കാൻ കഴിയില്ല. ഈ നൂറ്റാണ്ടിൽ ഭയങ്കര അപകടത്തിലേക്ക് പോവാണ്. അപകടം എന്ന് പറഞ്ഞാൽ 2030 ഉള്ളിൽ എക്കണോമിക്കൽ സിസ്റ്റം നേരെയാവില്ല. 30 ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. 30 ലെവലാവില്ല. കച്ചവടം നടക്കൂല. 2020 കച്ചവടം 2021 നടക്കൂല. 2021 കച്ചവടം 2022 നടക്കൂല എന്നല്ല, 2020 കച്ചവടക്കാർ 2021 കച്ചവടക്കാർ തന്നെ ആവൂല മുഴുവൻ ആളുകൾ. 2021 അത്ര കച്ചവടക്കാർ 2022 ഉണ്ടാവില്ല. കാരണം തോറ്റു, സിസ്റ്റം തകർന്നു പോവുകയാണ്.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ല പിന്നെ നിങ്ങളിപ്പോൾ എന്തിനാ ഇറാനിൽ ഇസ്രായേൽ നടക്കുന്ന സാധനം ഇവിടെ ഇന്ത്യയിലുള്ള നമ്മളി വലത്തുന്ന് പറയണവരോട് എവിടെയായാലും പടഞ്ഞു വീണ മനുഷ്യന്മാർ തന്നെയാണ്. ഇവിടെ ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യം ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയപ്പോൾ അപ്പം നിങ്ങൾക്ക് ഒരു വർത്തമാനം ഉണ്ടാകില്ലല്ലോ. ഇപ്പോൾ ഇറാൻ പോയി ഇസ്രായേലിൽ ബോംബിട്ടപ്പോൾ അവിടുത്തെ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലർക്കൊന്നും പൊടിച്ചണില്ല. പാവപ്പെട്ട ഒരു ജനതയെ വീർപ്പ് മുട്ടിച്ചിട്ട് ജനോസൈഡ് നരഹത്യ എന്ന് തന്നെ പറയാം, അങ്ങനെ കൊന്ന് കൊലവിളിച്ച് ഒരു രാജ്യത്ത് പോയിട്ട് മോർ ദാൻ 295+ മിസൈലുകൾ ഇറാനിൽ ലോഞ്ച് ചെയ്തപ്പോൾ കുറേ ആൾക്കാരെ ഇവിടെയുള്ള കുറേ ആൾക്കാരെ മേത്തുകൾ തട്ടിയിരിക്കണം. പിന്നെ ഇസ്രായേലിൻ്റെ ഒരു പവർ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അമേരിക്കയാണ്. ഞാൻ ജസ്റ്റ് ഒരു തരം പറയാം, ഈ ഇസ്രായേലിൻ്റെ ഒരു മാപ്പ് എടുത്തിട്ട് പോലെ ഒരു സ്പേസും പോലെ ആ ബൗണ്ടറിയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ ഈ സംസ്ഥാനത്തിൽ അത്രയേ ഉള്ളൂ ഇസ്രായേൽ. പക്ഷെ ഓൾക്ക് മുമ്പിൽ പോലെ ഫ്രണ്ടിൽ നിന്ന് നയിക്കാനൊരു രാജ്യമുണ്ട്, റിയൽ സ്റ്റേറ്റ് അമേരിക്ക. ഈ അമേരിക്കയുടെ ഒരു മിനി അമേരിക്കയാണ് ഇസ്രായേൽ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മാപ്പിലും ജസ്റ്റ് ഇറാന്റെയും ഇസ്രായേലിൻ്റെ ഇടയിലുള്ള ദൈർഘ്യം ആ ദൂരം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാണ്. എന്തൊക്കെ ഇറാഖ് വരുന്നുണ്ട്, ജോർദാൻ വരുന്നുണ്ട്, എന്തൊന്നും പ്രതികരിക്കണില്ലല്ലോ. എന്തുകൊണ്ടാ? ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് ഇറാഖാണ്. ഈ ഇറാഖ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഫൈൽഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഇറാഖിൻ്റെ എയർ സ്പേസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കൻ്റെ അടുത്താണ്. അമേരിക്ക ആണെങ്കിൽ മിനി അമേരിക്കൻ്റെ ലീഡറുമാണ്. അതുകൊണ്ട് തന്നെ മിനി അമേരിക്കയായ ഇസ്രായേലിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇറാഖിൻ്റെ മുകളിലൂടെ തോന്നിയ പോലെ ഇസ്രായേലിന് പറന്ന് നടക്കാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത് ജോർദാനാണ്. ഈ ജോർദാന് സൈനികപരമായിട്ട് സൈനിക ആസ്പെക്ട്സ് ആ ഒരു സൈഡ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ ജോർദാൻ തീർത്തും നിർഗുണ രാജ്യമാണ്. അതുകൊണ്ട് ഓല മോൾ കൂടെ മിസൈല് പോയാലോ ബോംബ് പോയാലോ ഓല മോൾ കൂടെ എന്ത് പോയാലും ഓൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇനി ഫസ്റ്റ് പോയിന്റ് ഒക്കെ വരും, അതായത് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് ഇവരെ മോളിൽ കൂടെ എന്തും ചെയ്യാം. കാരണം ഇസ്രായേൽ എന്നുള്ളത് കേരളത്തിൻ്റെ ആ ഒരു ബൗണ്ടറി ആ ഒരു സ്പേസ് മാത്രമുള്ളൊരു രാജ്യമാണെങ്കിലും മൈറ്റി പവർ ഹൗസായ അമേരിക്കയുടെ അൺഒഫീഷ്യലായ സ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ. നിങ്ങൾക്ക് അതിൽ വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹിസ്റ്ററി പഠിക്കുക. കാരണം മിലിറ്ററി ആയിട്ട് സൈനികപരമായിട്ടുള്ള എല്ലാ ഫൗണ്ടേഷനും സഹായങ്ങളും ഫണ്ട് ഇസ്രായേലിന് എല്ലാവിധ ടെക്നോളജികളും എത്തിച്ചു കൊടുക്കുന്നത് അമേരിക്കയാണ്. അതാണ് പറഞ്ഞത് മൈറ്റി പവർ ഹൗസായ അമേരിക്കൻ്റെ ഒരു കൊച്ചു സ്റ്റേറ്റ് ആണ്, അൺഒഫീഷ്യലായ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ എന്നുള്ളത്. ഈ തേർഡ് പോയിന്റിലേക്ക് വരാം. ഈ സൗദിയുടെ വിഷയം എന്നുള്ളത് സൗദിയും ഇറാനും രണ്ടും മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും രണ്ടും രണ്ടാണ്. ഇറാൻ എന്നുള്ളത് ഒരു ഷിയാപരമായ മുസ്ലിമീങ്ങളാണെങ്കിൽ സൗദി എന്നുള്ളത് സുന്നി ബേസ്ഡായ മുസ്ലിമീങ്ങളാണ്. പിന്നൊരു പോയിന്റ് എന്നുള്ളത് ഖത്തറാണ്. ഖത്തറിലാണ് അമേരിക്കൻ്റെ ആർമി ബേസ്. അതുപോലെ നേവി ബേസും എയർഫോഴ്സിൻ്റെ ബേസൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ബഹ്റൈനിലുമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം കൊച്ചു രാജ്യമാണെങ്കിലും സാമ്പത്തികമായിട്ട് പല രാജ്യങ്ങളിലും സാമ്പത്തിക എക്കണോമിക്കൽ ബേസ് ഇസ്രായേലിൻ്റെ ജൂസ് കമ്പനികൾ പല രാജ്യങ്ങളിലും ജൂതന്മാരുടെ കമ്പനികളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൽ ഭയങ്കര ഒരു മിനി പവർ ഫുൾ പവർ അമേരിക്ക ഭാഗത്തുനിന്ന് കിട്ടും. പിന്നെ മറ്റ് രാജ്യങ്ങൾ നിശബ്ദമായി മുസ്ലിം രാജ്യങ്ങൾ നിൽക്കും. അതാണ് കാസിം ഉസ്താദിൻ്റെ വീഡിയോയിൽ കാസിം ഉസ്താദ് പറഞ്ഞത്. ഇറാന് തകരും, മുസ്ലിം രാജ്യങ്ങളടുത്ത് നിന്ന് ഭരണാധികാരം മുൽക്ക് നീങ്ങപ്പെടും, ആ സമയത്ത് ഇമാം മഹദി വരും. അത് പലർക്കും ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ സിംസാർ ഉസ്താദിൻ്റെ പ്രസംഗം അത് കേട്ടു നോക്കി. അതൊക്കെ അത് തരുന്ന സൂചന ഇറാൻ പോയി ഇസ്രായേലിയുടെ ബോംബിട്ടു യുദ്ധട്ടു ഇപ്പം തന്നെ മഹദി ഇമാമ് വരും. അങ്ങനെയല്ല, അത് കുറച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട. ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറച്ച് പോയിന്റില്ലേ അതൊന്നും നിങ്ങൾ പഠിച്ചു നോക്കിയത് അപ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തിത്ത. ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകുടിയാണ് മുടങ്ങും. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞു കുടിച്ചൂല. ഇറാനിൽ യുദ്ധം പൊട്ടൂലൻ, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭംബം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ഇപ്പം എല്ലാവരും പറയുന്നത് മഹദി ഇമാം അടുത്ത് വരുന്നതാണ്. മഹദി ഇമാം വരുന്നല്ലടാ ബെരണ്ടെന്ന് പറയണ എങ്ങായി. മഹദി ഇമാം വരും എന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോ? അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽക്കുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബെരണ്ടേ പറ. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മഹദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഡയക്കുക. മഹദി ഇങ്ങനെയാണ് വരിക.
പോയടപ്പാണ് നോക്കിയിട്ട് ലാ യഖ്റുജുൽ മഹ്ദി, മഹ്ദി പുറത്തു വരികയില്ല ഹത്താ യസൂല മുൽക്കുൽ അറബ്, അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്ത് നബി പറയണ, ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിച്ച് പറയണം മഹ്ദി വരണോ വരണ്ടേ? വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിൻ്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി. കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ. അള്ളാഹുവിലേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ്. വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കേൾക്ക്, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.